ഒരു അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ്. സോ ഞാൻ ഒത്തിരി എക്സൈറ്റ്മെൻറ്റോടെ ആഗ്രഹിച്ച് വാങ്ങിച്ചൊരു സാധനമാണ് നമ്മളിന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. മറ്റൊന്നുമല്ല, മീഷോയിൽ നിന്ന് ഞാൻ ഓർഡർ ചെയ്ത ഒരു ജേർണലിംഗ് കിറ്റിൻ്റെ അൺബോക്സിങ് വീഡിയോ ആണിത്. നമുക്കിനി ഇത് അൺബോക്സ് ചെയ്താലോ? ഗൈസ്, നമ്മുടെ ജേർണലിംഗ് കിറ്റ് ഇപ്പോൾ ഞാനിവിടെ അൺബോക്സ് ചെയ്യാൻ പോവാണ്. ഞാൻ നേരത്തെ പറഞ്ഞത് ഒത്തിരി എക്സൈറ്റ്മെൻറ്റോടെ വാങ്ങിച്ചത്, അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളെ കാണിക്കാൻ ജസ്റ്റ് ഒന്ന് പൊട്ടിച്ച് നോക്കിയായിരുന്നു. അതൊക്കെ പൊട്ടിച്ച് നമുക്ക് ഒന്നുകൂടെ എന്തായാലും നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടൊന്ന് പൊട്ടിച്ച് കാണിക്കാം. ഓൾറെഡി ഞാൻ ചെയ്ത് വെച്ചിരുന്നത് ഇതാണ് നമ്മുടെ സാധനം. ഞാൻ ഒത്തിരി ആഗ്രഹിച്ച് വാങ്ങിച്ചതാണ് ഈ ജേർണലിംഗ് കിറ്റ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒരു ഗ്രീൻ ലീഫ് തീമിൽ, അതായത് ഫുള്ള് ഗ്രീൻ കളർ വരുന്ന തീമിലാണ് ഞാനിത് വാങ്ങിച്ചിരിക്കുന്നത്. നമുക്ക് പറയാം ഒരു വിൻറ്റേജ് തീമിലാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഈ ജേർണൽ ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാൻ കുറേ വീഡിയോസ് കണ്ടിട്ടുണ്ട് ജേർണൽ ചെയ്യുന്നത്. അപ്പോഴത്തൊട്ടൊരു ആഗ്രഹമായിരുന്നു ഈ ജേർണലിംഗ് ചെയ്യണമെന്ന്. സോ അങ്ങനെ മീഷോയിൽ നിന്ന് ഒരു വിൻറ്റേജ് തീം, അതായത് ഗ്രീൻ ലീഫ് തീമിലാണ് ഞാൻ ഈ ജേർണലിംഗ് കിറ്റ് ഇവിടെ വാങ്ങിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ അൺബോക്സിങ്ങിൻ്റെ ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞു. ഫസ്റ്റ് റൗണ്ട് എന്ന് പറയാൻ ചാൻസ് കുറേ പാക്കിങ്ങിലൂടെയാണ് നമ്മൾ അൺബോക്സ് ചെയ്തെടുക്കേണ്ടത്. ഫസ്റ്റ് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കവർ നമ്മൾ അൺബോക്സ് ചെയ്തു. അപ്പം അത് കഴിഞ്ഞ് നമുക്ക് ഇത് കിട്ടിയിട്ടുണ്ട്. അത് മീഷോയുടെ ഒരു ഗിഫ്റ്റ് വൗച്ചറാണ്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇത് വാങ്ങിക്കുന്നത്. സോ എനിക്കിപ്പോൾ ഒരു ഗിഫ്റ്റ് വൗച്ചർ എന്തായാലും കിട്ടിയിട്ടുണ്ട്. ഇനി വീണ്ടും ഇതിൻ്റെ പാക്ക് തുറക്കണം. കുറേ റൗണ്ട് നമ്മൾ കടന്ന് വേണം ഇത് ഓരോന്ന് പൊട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ ഗൈസ്, അപ്പം ആ റൗണ്ടിലെ പാക്കിങ് നമ്മൾ എടുത്ത് കളഞ്ഞിരിക്കുന്നു. ഞാൻ കളഞ്ഞ് തീർന്നു എന്ന് വിചാരിച്ചപ്പോൾ വീണ്ടും ഇനി ഇതിനെ അൺബോക്സ് ചെയ്യണം. വീണ്ടും കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ വിൻറ്റേജ് തീമിൽ, ഗ്രീൻ ലീഫ് തീമിലുള്ള ഒരു ജേർണലിംഗ് കിറ്റ് വേണ്ട കിട്ടി. പറഞ്ഞു ഗൈസ്, ഡയറി, പിന്നെ സ്റ്റാമ്പ്സ്, കളക്ഷൻസ്, കാർഡ്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. രണ്ട് ടേപ്പ് വരെ ഉണ്ട് കേട്ടോ. എനിക്ക് ഈ സംഭവം ഭയങ്കര ഇഷ്ടമാണ്. ഇനി എനിക്ക് മീഷോയിൽ നിന്ന്, ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഇതുപോലെ നമുക്ക് എക്സ്ട്രാ കുറച്ച് ടേപ്സ് കിട്ടുമല്ലോ, അത് വാങ്ങിക്കണമെന്നുണ്ട്. ഇത് ഭയങ്കര ക്യൂട്ടായിട്ടുള്ള സാധനം. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. തുറന്നപ്പോഴും ഇഷ്ടപ്പെട്ടു. ഞാൻ കുറേ തീമിൽ കണ്ടു. ബ്ലൂ കളർ തീം, അപ്പോൾ മിൽക്കി ബ്ലൂ അങ്ങനെ സംതിങ്, പിന്നെ പർപ്പിൾ കളറ്, പിന്നെ പിങ്ക് കളറ്. എനിക്ക് പിങ്ക് ഇഷ്ടമാണ്, പക്ഷേ കുറച്ച് ഈസ്തറ്റിക് ആയിട്ടുള്ള ലുക്കാണ് ഈ ഗ്രീൻ കളറിന് ഒരു പ്രത്യേകം. പക്ഷേ ഡയറി ഭയങ്കര ചെറുതായിപ്പോയി കേട്ടോ. ഞാൻ കുറച്ച് വലിയ രീതിയിലായിരുന്നു പ്രതീക്ഷിച്ചത്, പക്ഷേ കുഞ്ഞ് ഡയറി ആയിപ്പോയി. ഒരുപാട് കുഞ്ഞ് ഡയറി, അതായത് A5 സൈസിലാണ്. A5 ആണെന്ന് വിചാരിച്ചെങ്കിലും ഞാൻ കുറച്ചുകൂടെ വലുതായിരുന്നു പ്രതീക്ഷിച്ചത്. പക്ഷേ ഇത് തീരെ ചെറുതായിപ്പോയി. പക്ഷെ കാണാൻ നല്ല രസമൊക്കെ ഉണ്ട്. ഇതിൻ്റെ കവറിങ് നമുക്കത് വേണമെങ്കിൽ മാറ്റാം. പക്ഷേ കവറിങ് ഓൺലൈനാണെന്ന് തോന്നുന്നു കുറച്ചുകൂടെ രസം. ഫസ്റ്റത്തെ പേജ് എനിക്ക് ഇഷ്ടപ്പെട്ടു, നല്ല രസമുണ്ട്. പിന്നെ ഇത് ഞാൻ കുറേ അൺബോക്സിങ് വീഡിയോ കണ്ടിട്ടുണ്ട് ഇതുപോലെ ചെയ്യുന്നത്. അപ്പോൾ അതിനകത്തൊക്കെ കണ്ടു. ഇതിനകത്ത് കുറേ ചെറിയ കാർഡ്സ്, പിന്നെ സ്റ്റാമ്പ്സ് ഉണ്ട്. ഞാൻ വീഡിയോയ്ക്കകത്ത് കണ്ടപ്പോൾ എനിക്ക് ആ സ്റ്റാമ്പ്സ് എന്ന് പറയുന്നത് കുറേ ഇഷ്ടപ്പെട്ടു. വേണമെങ്കിൽ ജസ്റ്റ് ഇതൊന്ന് പൊട്ടിച്ച് കാണിക്കാം. വേണ്ട പല വെറൈറ്റി ടൈപ്പ്, എനിക്കിതൊക്കെ ഒരുപാട് ഇഷ്ടമുള്ള സാധനം. ഞാൻ അല്ലാതെയും കുറച്ച് കളക്ഷൻസൊക്കെ ഇങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇന്ന് നമുക്ക് ഈ ഒരു സംഭവം വന്നേക്കുന്നത്, ഇത് ഞാൻ കുറേ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട്. അതിൻ്റെ നോട്ട് എഴുതി വെക്കാൻ പറ്റുന്ന നോട്ട് പാഡ് പോലെ എന്തോ മിനി ടൈപ്പ് സാധനങ്ങളാണ്. പിന്നെ ലിസ്റ്റ്, അതുപോലെ വോട്ട് ഐ ഡു എന്നൊക്കെ പറഞ്ഞ് നമുക്ക് വേണമെങ്കിൽ എഴുതാമല്ലോ. പക്ഷേ എല്ലാം ഒരു ക്രിയേറ്റീവ് രീതിയിലാണ് അത് കൊടുത്തിരിക്കുന്നത്. എല്ലാം നല്ല രസമുണ്ട്. ഇത് കുറച്ച് അധികം ഉണ്ട് ഈ സാധനം. പിന്നെ രണ്ട് തോട്ട്സ്, അങ്ങനെ കുറേ കാര്യങ്ങൾ. മീൻസ് നമ്മൾ കണ്ടിട്ടില്ലേ, ഇത് ടിയർ ചെയ്ത് പേസ്റ്റ് ചെയ്തേക്കുന്ന ബുക്കിലൊക്കെ. അപ്പോൾ അങ്ങനെയുള്ള ഒരു 10 പീസുകളുണ്ടെന്ന് തോന്നുന്നു. അതിൽ കുറേ വെറൈറ്റി ടൈപ്സ് ഉണ്ട്. ഇതൊക്കെ നല്ല രസമുണ്ട് കാണാൻ. അതിൻ്റെ തന്നെ വേറൊരു മോഡല്. പിന്നെ ഇതാണ് ഇത് നമ്മുടെ നേരത്തെ കണ്ടില്ല ഈ നോട്ട് പാഡ് പോലുള്ള സാധനങ്ങൾ. അപ്പം അതൊക്കെ എഴുതിയിട്ട് നമുക്ക് വേണമെങ്കിൽ ഈ ഒരു പോക്കറ്റ് പോലെ ഇതിനകത്ത് നമുക്ക് ഇട്ട് വെക്കാൻ പറ്റുന്നതാണ്. അപ്പം ഈ സാധനമുണ്ട്. പിന്നെ കുറച്ച് കാർഡ്സാണ്. നമ്മുടെ ബുക്ക് മാർക്കില്ലേ, അതുപോലുള്ള കുറച്ച് കാർഡ്സും കൂടെ കിട്ടിയിട്ടുണ്ട്. അത്ര വലിയ കട്ടി അങ്ങനെയൊന്നുമില്ല, പക്ഷേ എല്ലാം നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള എൻ്റെ തിങ്സാണ് ഈ സ്റ്റിക്കേഴ്സ്. പണ്ട് തൊട്ടേ എനിക്ക് സ്റ്റിക്കർ കളക്ഷൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. സോ അങ്ങനെ ഇവിടെ 4 പീസുണ്ട്. നമുക്ക് സ്റ്റിക്കേഴ്സിൻ്റെ 4 ടൈപ്സ് ഉണ്ട്. ഫുള്ള് വിൻറ്റേജ് തീമാണ് വന്നേക്കുന്നത്. ലീഫ്, ഫ്ലവേഴ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. നല്ല ഈസ്തറ്റിക്. അതുകൊണ്ടാണ് ഞാൻ ഈ ലീഫ് തീമിലുള്ള ഗ്രീൻ കളറാണ് ചൂസ് ചെയ്തത്. പിന്നെ അതുപോലെ ഇതാണ് പേപ്പേഴ്സ് പോലുള്ളത്. ഇതും നമുക്ക് കട്ട് ആൻഡ് പേസ്റ്റ്, പിന്നെ സ്റ്റിക്കേഴ്സും കൂടാണ്. പേപ്പർ പോലുള്ള സ്റ്റിക്കേഴ്സ് ഇതൊക്കെ ഞാൻ ഫസ്റ്റ് ടൈം കാണുന്നതാണ്. പിന്നെ ഇതിൻ്റെ മെറ്റീരിയൽ തന്നെ ഭയങ്കര ഡിഫറെൻ്റായി. പേപ്പറിൻ്റെ ഇന്ന് സൗണ്ട് ചെയ്തിട്ടില്ലേ, നല്ല ടിയർ ചെയ്യാൻ അത്യാവശ്യം നല്ല രസമുള്ള സംഭവം. ഇത് അതിൻ്റെ മിനി സൈസാണ്. പിന്നെ അതിൻ്റെ ലാസ്റ്റ് ബിഗ് സൈസ് ഉണ്ട്. അതുകൊണ്ട് ഇതൊരു 5 പീസോളം ഉണ്ട്. വെറൈറ്റി ടൈപ്സ്, നല്ല രസമുണ്ട്. പക്ഷേ
നമ്മൾ ന്യൂസ് പേപ്പർ കൊളാഷ് ചെയ്യുന്ന രീതിയിലൊക്കെയാണ്, നല്ല രസമാണ്. സോ ഗായ്സ്, ഇത്രയും വെറൈറ്റി സാധനങ്ങളാണ് ഈ ഒരു ജേർണൽ കിറ്റിൽ നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഞാൻ പറഞ്ഞ എല്ലാ മോഡൽസും ഉണ്ട്, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അപ്പോൾ നിങ്ങൾക്ക് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ടൈപ്പ് സ്റ്റിക്കേഴ്സോ അല്ലെങ്കിൽ നോട്ട്സോ ടേപ്പോ അല്ലെങ്കിൽ ബുക്കോ ഏതാണെന്ന് വെച്ചാൽ അത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ മറക്കാതെ നമ്മുടെ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. സോ ദാറ്റ്സ് ഓൾ. താങ്ക് യു.